പ്രതിരോധ രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള നടപടികൾ കഴിഞ്ഞ കുറച്ചു നാളായി കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരികയാണ്. ഇന്ത്യൻ സൈന്യത്തിനു വേണ്ടി 6 വർഷം മുൻപ് റഷ്യയുമായി ഇന്ത്യ ഒപ്പുവെച്ച ഒരു കരാർ ഇപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ്. ഇക്കാര്യം കഴിഞ്ഞയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്ഥിരീകരിച്ച പ്രസ്താവന ഇറക്കിയിരുന്നു. റഷ്യയുമായി ചേർന്ന MK203 റൈഫിലുകൾ നിർമ്മിക്കുന്നത് ഇന്ത്യയിൽ തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ പ്രതിരോധ സേനകൾക്ക് രാജ്യത്ത് നിർമ്മിച്ച ആയുധങ്ങൾ ആവശ്യമാണ്. മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കണമെന്നവർ ആഗ്രഹിക്കുന്നു. ഊർജ്ജസ്വലതയേറിയ ഒരു പ്രതിരോധ മേഖല നമ്മൾ വികസിപ്പിക്കുകയാണ്. ആയുധങ്ങളുടെ ഓരോ ഭാഗങ്ങളിലും ഇന്ത്യയിൽ നിർമ്മിച്ചത് എന്ന് ആലേഖനം ചെയ്യുന്ന ഒരു വ്യവസ്ഥ നമ്മൾ ഉണ്ടാക്കുകയാണ്. ഉത്തർപ്രദേശ് ഇതിൽ പ്രധാന പങ്ക് വഹിക്കുകയാണെന്നും പ്രധാനമന്ത്രി പ്രതികരിച്ചു. MK203 റൈഫിലുകൾ നിർമ്മാണം റഷ്യയുടെ സഹായത്തോടെ താമസിയാതെ ആരംഭിക്കും. UPയിൽ ഒരു പ്രതിരോധ ഇടനാഴി സൃഷ്ടിക്കും. ബ്രഹ്മോസ് മിസൈലടക്കം നിരവധി ആയുധങ്ങൾ ഇവിടെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞുവെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. 1 ലക്ഷം തോക്കുകൾ റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യാനും ബാക്കി ഇന്ത്യയിൽ നിർമ്മിക്കുവാനുമായിരുന്നു 2019 കരാറുണ്ടാക്കിയത്. ഇതുപ്രകാരം തോക്ക് നിർമ്മിക്കുന്നതിനായുള്ള ഫാക്ടറി നിർമ്മാണം ഉത്തർപ്രദേശിലെ അമേഠിയിൽ പൂർത്തിയായി. ഇന്ത്യൻ സൈന്യം ഉപയോഗിക്കുന്ന ഇൻസാസ് റൈഫിളിനു പകരമായാണ് AK203 സ്ഥാനം പിടിക്കുക. ഭാരം കുറഞ്ഞ ഈ തോക്കിന്റെ ദൂരപരിധി 800 മീറ്ററാണ്. സൈനികർക്ക് വളരെ വേഗത്തിലും എളുപ്പത്തിലും കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നതും ഇതിന്റെ മേന്മയാണ്. ഇന്ത്യയുടെ ഓർഡിനൻസ് ഫാക്ടറിയും കലാഷ്നിക്കോവ്, കൺസോണും റോസോബോൺ എക്സ്പോർട്സും ചേർന്നാണ് ഇന്ത്യയിൽ തോക്കുകൾ നിർമ്മിക്കുന്നത്. 1 മിനിറ്റിൽ 700 റൗണ്ട് തിരയുതിർക്കാൻ AK203 റൈഫിളിന് കഴിയും. 2021 ഇന്ത്യയും റഷ്യയും തമ്മിൽ 5200 കോടി രൂപ ചെലവിൽ 6 ലക്ഷത്തിലധികം AK203 അസോൾട്ട് റൈഫിൾ നിർമ്മിക്കാൻ ധാരണയായത്. കരാർ അനുസരിച്ച ഇൻഡോ റഷ്യൻ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് 2032 ഡിസംബറോടെ മുഴുവൻ അസോൾട്ട് റൈഫിളുകൾ മുഴുവൻ കൈമാറണം. ഇതുവരെ 48,000 റൈഫിലുകളാണ് കൈമാറിയിട്ടുള്ളത്. 2025 ഡിസംബർ 31 ആദ്യത്തെ 100% തദ്ദേശീയമായി നിർമ്മിച്ച AK203 റൈഫിലുകൾ കൈമാറുമെന്ന് ഇൻഡോ റഷ്യൻ റൈഫിൾ പ്രൈവറ്റ് ലിമിറ്റഡ് CEO അറിയിച്ചിരുന്നു. അടുത്ത 5 മാസത്തിനുള്ളിൽ 70,000 റൈഫിലുകൾ സൈന്യത്തിനായി സജ്ജമാക്കും. ഇവയിൽ 70% തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ടവയെന്നും വിവരമുണ്ട്. 2030 മധ്യത്തോടെ തന്നെ എല്ലാ റൈഫിലുകളുടെയും നിർമ്മാണം പൂർത്തിയാക്കി കൈമാറാനാകുമെന്നാണ് പ്രതീക്ഷ. ഇതിനോടകം തന്നെ തെക്കു പടിഞ്ഞാറൻ ഏഷ്യൻ രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളും ഇത്തരം റൈഫിലുകൾ ശേഖരിക്കാനുള്ള താൽപര്യം അറിയിച്ചിട്ടുണ്ട്. ഇതിനു പുറമെയാണ് പാരാമിലിറ്ററി സൈന്യവും 18 സംസ്ഥാനങ്ങളിൽ നിന്നും ഷെയറിനായി ആവശ്യക്കാരെത്തുന്നത്. വെടിയുണ്ടകൾ സൂക്ഷിക്കുന്ന മാക്സിനില്ലാതെ 3.8 കിലോഗ്രാം ഭാരമാണിവയ്ക്കുള്ളത്. മുൻഗാമിയേക്കാൾ ലൈറ്റ് വെയ്റ്റ് ആണ് AK203. AK-47 4.3 കിലോഗ്രാം ഭാരമാണ് ഉണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.